പലപ്പോഴും മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള വാർത്തകൾ, മതപരിവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തകൾ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളായതിനെക്കുറിച്ചുള്ള വാർത്തകൾ, ഒരിക്കൽ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയവർ തിരിച്ച് ഹിന്ദു മതത്തിലേക്കുള്ള വാർത്തകൾ, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. അതിന് പലപ്പോഴും പല രീതിയിലുള്ള കമൻസ് കേൾക്കാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു ഭാഗം മാത്രം പറയുന്ന വാർത്തകളല്ല ചെയ്യാറുള്ളത്. എല്ലാ വിഭാഗത്തിലുമുള്ള വാർത്തകൾ ചെയ്യാറുണ്ട്. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം. കാരണം എന്തുകൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം ഇങ്ങനെ ഇകഴ്ത്തി പറയുന്നു അല്ലെങ്കിൽ മോശക്കാരാക്കി കാണിക്കുന്നു എന്ന തരത്തിലുള്ള കമൻസ് ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ വിഭാഗത്തിലും പെട്ട നല്ല കാര്യങ്ങൾ എപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. പൂർവികർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ആഞ്ജനേയ ക്ഷേത്രം പണിയുന്ന മുസ്ലിം സഹോദരങ്ങൾ. ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുളിച്ചേരൽ മണ്ഡലത്തിലെ കെ കോട്ടപ്പേട്ട ഗ്രാമത്തിൽ നിന്നാണ്. ഇവിടുത്തെ സഹോദരങ്ങളാണ്, ഇവിടെ താമസിക്കുന്ന സഹോദരങ്ങളാണ് ഫിറോസും ചാന്ദ് ഭാഷയും. ഇവരുടെ അച്ഛൻ ആസിദ് ഭാഷ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം 7 ക്ഷേത്രങ്ങളുടെ സമുച്ചയത്തോടെ ആഞ്ജനേയ ക്ഷേത്രം ഈ മക്കൾ നിർമ്മിക്കുകയാണ്. ആസിദ് ഭാഷ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹത്തോടെ ജനിച്ച വ്യക്തിയായിരുന്നു. നമുക്കറിയാം പല കുടുംബങ്ങളും ഇപ്പോൾ ഹിന്ദു മതത്തിൽ ജനിച്ചവരായാലും മുസ്ലിം മതത്തിൽ ജനിച്ചവരായാലും ക്രിസ്തു മതത്തിൽ ജനിച്ചവരായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മതത്തിലുള്ള ദൈവങ്ങളെ വിശ്വസിക്കുകയും അതുപ്രകാരം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരു മുസ്ലിം ഫാമിലിക്ക് അവർ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും പൂജ ചെയ്തതുകൊണ്ടോ ഒക്കെ ആ അനുഗ്രഹത്തോടെ ജനിച്ച ഒരു കുഞ്ഞാണ് ഇതിൽ ഒരു കുഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത്തരത്തിലൊരു ആവശ്യം പറഞ്ഞു വെച്ചിരുന്നത്. ആ ആഗ്രഹപ്രകാരം ഈ ക്ഷേത്രം ഇവർ രണ്ടാളും ഇപ്പോൾ പണിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതൊരു നല്ല വാർത്ത തന്നെയാണ്. ഒരു ആഞ്ജനേയ ക്ഷേത്രം, അതും നമുക്കറിയാം ഇപ്പോൾ രാമായണ മാസമാണ്, ആഞ്ജനേയന് പ്രാധാന്യമുള്ള മാസമാണ്, കർക്കിടക മാസമാണ്. ആ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ അതിന് എന്തുകൊണ്ടും ഒരു പ്രാധാന്യമുണ്ട്. അവിടെ മൈത്രി എന്ന് മാത്രമല്ല, ശരിക്കും സൗഹാർദ്ദപരമായ മതാന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് പലയിടത്തും നിലനിൽപ്പുണ്ട്. അത് നശിച്ചിട്ടില്ല. ഇനിയും നമുക്ക് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു നല്ല സൂചന തന്നെയാണ് ഇത്. 2010 അത്ര ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇവർ കൂലിപ്പണി ചെയ്താണ് പണം സമ്പാദിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു ചിന്തയാണ് അത് എന്ന് കൂടി പറയേണ്ടി വരും. താങ്ങാനാവുന്നതിലും അധികം ചിലവഴിച്ചാണ് അവർ ഈ ക്ഷേത്രം പണിയതെങ്കിലും അവർ ചിലവിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. ആദ്യം പണി കഴിപ്പിച്ചത് ആഞ്ജനേയ സ്വാമി മന്ദിരമാണ്. പിന്നീട് ഗണപതി, സായിബാബയുടെ ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുത്തായി നിർമ്മിക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം വെങ്കടേശ്വര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. തിരുമല ദർശനത്തിനായി കാൽനടയായി വരുന്ന നിരവധി ഭക്തർക്ക് വിശ്രമിക്കാൻ തങ്ങളുടെ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ട് എന്നും ഈ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നു. ഇവിടെ ഒരു ക്ഷേത്രം പണിയുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായി പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ മുസ്ലിം പള്ളി പണിതു. ആ മുസ്ലിം പള്ളിയുടെ ഒരു മസ്ജിദിൻ്റെ കൂടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ സവിധം ഇപ്പോൾ നമ്മൾ ഭോജ്ശാല മന്ദിരത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു മസ്ജിദിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഒരു മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത്തരം വാർത്തകൾ പറയുമ്പോഴും ശരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുമ്പോഴുമൊക്കെ ഒരുപാട് കമൻസുകൾ കേൾക്കാറുണ്ട്. അങ്ങനെയല്ല, തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്, അങ്ങനെ സംഭവിക്കാനിടയില്ല എന്ന് രണ്ട് സമുദായത്തിൽപ്പെട്ടവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന കമൻസുകൾ, പരസ്പരം അഭിപ്രായങ്ങൾ പറയുന്ന, മത്സരിക്കുന്ന രീതിയിലുള്ള കമൻസുകൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഇടങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. അതായത് മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം കുടുംബത്തിന് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മുസ്ലിം കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായതും ആ അനുഗ്രഹം അവർ മറക്കാതെ ഒരു ക്ഷേത്രം പണിയുന്നതിന് സ്വന്തം സമ്പാദ്യമെടുത്ത് അതിൻ്റെ ഭാഗമാകുന്നതുമൊക്കെ വലിയ മതമൈത്രിയുടെ സന്ദേശമാണ് നൽകുന്നത്. ഒരിക്കലും മതമൈത്രി നമ്മുടെ രാജ്യത്ത് നശിച്ചിട്ടില്ല. ആ മതമൈത്രി ഈ ചില സ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്വാരസ്യങ്ങളൊക്കെ ഇല്ലാതാക്കി നല്ല രീതിയിൽ മതമൈത്രിയിൽ നമ്മുടെ രാജ്യത്തെ ഇനിയും നമുക്ക് പണിഞ്ഞെടുക്കാൻ സാധിക്കും, ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു സന്ദേശം തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള മതമൈത്രി സ്മാരകങ്ങൾ, മുസ്ലിങ്ങൾ പണിയുന്ന ക്ഷേത്രങ്ങൾ, അതുപോലെ ഹിന്ദുക്കൾ പണിയുന്ന മസ്ജിദുകൾ, ഇവർ രണ്ടാളും ചേർന്ന് പടുത്തുയർത്തുന്ന ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വരട്ടെ. മതസൗഹാർദ്ദം വീണ്ടും നമ്മുടെ മണ്ണിൽ മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.